നമസ്കാരം. ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാവർക്കും ഒരു മാതൃകാ പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു മാതൃകാ പാർട്ടിയാണ്. കാര്യം നമുക്കറിയാം, കർണാടകയിലൊക്കെ ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാരാണ് ഭരിക്കുന്നത്. അവിടെ തന്നെ എം.എൽ.എമാർക്കും മന്ത്രിമാർക്കും ഒക്കെ അനാവശ്യമായി തന്നെ ശമ്പളത്തിൽ വർധനവ് കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, വലിയ രീതിയിലൊരു അഴിമതി നടത്തുന്നുണ്ട്. ഒരു പദ്ധതി അവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പകുതി പൈസയെങ്കിലും അവിടുത്തെ എം.എൽ.എമാരുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ പോക്കറ്റിലേക്ക് എത്തും. അനാവശ്യമായി ഈ പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ശമ്പള വർധനവ് 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ കൂട്ടുമ്പോൾ അത് ജനങ്ങളെ സേവിക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യേണ്ട, അല്ലെങ്കിൽ നാടിന് വികസനം കൊണ്ടുവരുന്ന പണങ്ങൾ അത് എം.എൽ.എമാർ തിന്നും കട്ടുമുടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അങ്ങനെ ഒരു മാതൃകയാണ് ഇവിടെ ബി.ജെ.പി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു അബദ്ധം ഒഡീഷയിലെ ബി.ജെ.പി സർക്കാർ കാണിച്ചു. അപ്പോൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞു കൊടുക്കുകയാണ്, അത് ബി.ജെ.പി സർക്കാരിനോട്, ഒഡീഷയിലെ ബി.ജെ.പി സർക്കാരിനോട് പറയുകയാണ്, ആ പണം എന്ന് പറയുന്നത്, ആ പൈസ എന്ന് പറയുന്നത് ഒഡീഷയിലെ ഒരു രൂപരേഖ, അതിൽ ഒഡീഷയുടെ ഒരു മുഖച്ഛായ മാറ്റാൻ വേണ്ടിയാണ്, അതായത് ഒഡീഷയിൽ വലിയൊരു വികസനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ പണം എടുത്തുകൊണ്ട് എം.എൽ.എമാർക്ക് 3 ഇരട്ടിയോളം ശമ്പളം വർദ്ധിപ്പിക്കരുത്. അവർക്ക് ഇപ്പോൾ തന്നെ ലക്ഷങ്ങളുടെ ശമ്പളം കിട്ടുന്നുണ്ട്. ആ പൈസ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അവിടെ ഒരു വലിയൊരു വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നരേന്ദ്രമോദി അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒഡീഷ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് ഒഡീഷയിലെ നിയമസഭാ അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. വ്യാപകമായ പ്രതിഷേധത്തോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതൃപ്തി അറിയിച്ചതോടുകൂടിയാണ് ഒഡീഷയിലെ ബി.ജെ.പി സർക്കാർ വിവാദ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബി.ജെ.പി എം.എൽ.എമാർ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബി.ജെ.പി നിയമസഭാ കക്ഷി യോഗത്തിൽ ഡിസംബർ 9 നിയമസഭയിൽ ഏകകണ്ഠമായി പാസാക്കിയ ബില്ല് പുനഃപരിശോധിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കി. നിയമസഭാ അംഗങ്ങളുടെ ശമ്പളത്തിലെ കുത്തനെയുള്ള വർധനവ് അംഗീകരിച്ചെങ്കിലും ബില്ലിന് ഗവർണറുടെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ ശേഷം ഡിസംബർ 14 ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് മുഖ്യമന്ത്രിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചതായാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എം.എൽ.എമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വൻതോതിൽ വർദ്ധിപ്പിച്ചതിൽ നരേന്ദ്രമോദിയുടെ അതൃപ്തി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങൾക്കും ശമ്പളവും അലവൻസും ഗണ്യമായി കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കുന്ന എംപിമാർക്കും തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നതുകൊണ്ട് തന്നെയാണ് മോദി അവിടെ കണിഞ്ഞാണിട്ടത്. കേന്ദ്ര നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ സർക്കാർ എടുത്ത ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനത്തിന് നല്ല പ്രതികരണമല്ല ലഭിച്ചതെന്നാണ് സന്തോഷ് മാഞ്ചിയോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. തീരുമാനം പിൻവലിക്കാൻ മാഞ്ചിയോട് നിർദ്ദേശിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ആദ്യപടി നിയമസഭാ കക്ഷി പ്രമേയം പാസാക്കുക എന്നതായിരുന്നുവെന്നും അറിയപ്പെടുന്നുണ്ട്. പൊതുജന വികാരം മാനിക്കുന്നതിന് അത്തരമൊരു നടപടി അനിവാര്യമാണെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഈ സൂചന നൽകുന്നത്. നേരത്തെ എം.എൽ.എമാരുടെ ശമ്പളഘടന അവലോകനം ചെയ്യുന്നതിനായി സർക്കാർ പാനൽ രൂപീകരിച്ചിരുന്നു. ബിൽ അംഗീകരിച്ചതിന് പിന്നാലെ പാർട്ടിയുടെ സംഘടനാ ശില്പശാലയിൽ പങ്കെടുക്കാൻ സന്തോഷ് ഒഡീഷയിലെത്തിയിരുന്നു. ശക്തമായ പൊതുജന വിമർശനത്തിന് പുറമെ പാർട്ടി ഭാരവാഹികളിൽ നിന്നും അദ്ദേഹത്തിന് പ്രതികൂല പ്രതികരണങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ വിവരം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായാണ് കരുതപ്പെടുന്നത്. നിയമസഭാ അംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ശമ്പള ഘടനകൾ അവലോകനം ചെയ്യുന്നതിനുമായി 2025 തുടക്കത്തിൽ ബി.ജെ.പി എം.എൽ.എ ഭാസ്കർ മാധിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഒരു എം.എൽ.എയുടെ മൊത്തം പ്രതിമാസം പാക്കേജ് ഏകദേശം 1.11 ലക്ഷം രൂപയിൽ നിന്ന് 3.45 ലക്ഷം രൂപയായി 3 ഇരട്ടിയാക്കി 4 ഭേദഗതികൾ നിയമസഭ ഏകകണ്ഠേന പാസാക്കിയിരുന്നു. വർദ്ധിപ്പിച്ച ശമ്പളം 2024 ജൂൺ 5 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ എം.എൽ.എമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിന് CPM രംഗത്തെത്തിയിരുന്നു. CPMന്റെ ഏക എം.എൽ.എ ലക്ഷ്മൺ മുണ്ടെ ഈ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് രംഗത്തെത്തിയത്. ബില്ല് പാസാക്കുന്ന ദിവസം ലക്ഷ്മൺ മുണ്ടെ സഭയിൽ ഉണ്ടായിരുന്നില്ല. CPM സംസ്ഥാന കമ്മിറ്റിയും നടപടി ജനവിരുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു തെറ്റ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും, അതായത് ഒഡീഷ ബി.ജെ.പി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ തന്നെ നരേന്ദ്രമോദി അതിൽ കയറി പിടിച്ച് കടിഞ്ഞാണിടുകയായിരുന്നു. അത് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം തെറ്റായ ഒരു സന്ദേശം, അതായത് ഒഡീഷയിൽ നിയമസഭാ അംഗങ്ങൾ അവരുടെ ശമ്പളം, ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളം 1,14,000 രൂപയാണ്. അത് 3 ഇരട്ടിയായി വർദ്ധിക്കുമ്പോൾ അത് 3,40,40,000 കാര്യങ്ങൾ എത്തുമ്പോൾ ആ ഒഡീഷ
സർക്കാർ ഈ ശമ്പളം വർദ്ധിപ്പിച്ചു എന്നൊരു ബോധ്യത്തോടെ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ രീതിയിൽ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടിയോളം ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഓരോ സംസ്ഥാനത്തിന്റെയും സമ്പദ്ഘടന തന്നെ താറുമാറായി പോകുമെന്ന ഒരു കാര്യം നരേന്ദ്രമോദിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആദ്യമേ തന്നെ സർക്കാർ ഒഡീഷയിലെ BJP സർക്കാർ തെറ്റ് ചെയ്തപ്പോൾ ഇത് വേണ്ട, ഇത് തെറ്റാണ് എന്നൊരു സന്ദേശം BJP കേന്ദ്ര നേതൃത്വവും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി തന്നെ ആദ്യമേ കയറി അവിടെ പറഞ്ഞത്.